എടാ, പല കുടുംബങ്ങളിലുവേ ഈ തീരെ പരിഗണിക്കാതെ പോകുന്ന ഒരമ്മായിയമ്മ ഉണ്ട്. അതായത് അമ്മായിയമ്മ മരുമകൾ ബന്ധത്തെക്കുറിച്ചൊക്കെ വിശാലമായി ക്ലാസ് എടുക്കുന്ന ആളുകൾ ഭർത്താവിൻ്റെ ഉമ്മയാകുന്ന അമ്മായിയമ്മയെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ആവശ്യമാണ്, ഉമ്മയെപ്പോലെ അല്ലെങ്കിൽ ഉമ്മയായി തന്നെ പരിഗണിക്കണം. പക്ഷേ അവിടെ പറയപ്പെടാതെ പോകുന്ന ഒരമ്മായിയമ്മ ഉണ്ട് അല്ലേ? അതാരുടെ ഉമ്മയാ? ഭാര്യയുടെ ഉമ്മയാണ്. അതായത് നീ ഭാര്യയോട് എൻ്റെ ഉമ്മയെ പരിഗണിക്കണം, എൻ്റെ ഉമ്മയെ സ്നേഹിക്കണം, എൻ്റെ ഉമ്മയെ വേണ്ടതുപോലെയെല്ലാം ചെയ്തു കൊടുത്ത് നിന്നിലേക്ക് ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് പറയാതെ പറയുന്നുണ്ട്, ഇക്കാക്ക എൻ്റെ ഉമ്മാനെ ഒന്ന് വിളിക്കണം, എൻ്റെ ഉമ്മാൻ്റെ അടുക്കലൊന്ന് പോകണം, എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം, എന്തെങ്കിലും പെരുന്നാൾ സമയമൊക്കെ വരുമ്പോഴേ നിങ്ങൾ ഉമ്മാനെ പരിഗണിക്കണത് പോലെ എൻ്റെ ഉമ്മാനെ ഒന്ന് പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കുന്ന എത്ര പേരുണ്ട്? അതായത് ഭാര്യയുടെ ഉമ്മ സ്വന്തം ഉമ്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാണ് അല്ലേ? അതായത് ഈ ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലാതായാൽ പോലും ആ ഉമ്മയുമായുള്ള ബന്ധം നിലനിൽക്കും. തൊട്ടാൽ ഒന്നും മുറിയൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വന്തം ഉമ്മയായി പരിഗണിക്കേണ്ട ഉമ്മമാർ തന്നെയാണ് രണ്ടുപേരും, ഭർത്താവിൻ്റെ ഉമ്മയും ഭാര്യയുടെ ഉമ്മയും. പക്ഷെ അതിൽ പറയാതെ പോകുന്ന, പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരാളാണ് ഭാര്യയുടെ ഉമ്മ. ഭർത്താക്കന്മാരോട് പറയട്ടെ, അവരെ വേദനിപ്പിച്ചിട്ട്, അവരെ പരിഗണിക്കാതെ, അവരോട് പിണങ്ങി, അവരെ തെറി വിളിച്ച്, അവരെ ചീത്ത വിളിച്ച് നമ്മൾ എന്ത് നിസ്കരിച്ചിട്ട്, എന്ത് നോമ്പ് പിടിച്ചിട്ട്, എന്ത് നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹിൻ്റെ അടുക്കൽ ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് നീ നിന്റെ ഉമ്മയെ പരിഗണിക്കാൻ പറയുമ്പോഴെല്ലാം അവളുടെ മനസ്സ് കൊതിക്കുന്നുണ്ട്, എൻ്റെ ഇക്കാക്ക എൻ്റെ ഉമ്മാനെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാര്യയുടെ ഉമ്മയോടുള്ളൊരു പരിഗണന ഉണ്ടാകുമ്പോൾ അള്ളാഹു അവളുടെ ഉള്ളിൽ നിന്റെ ഉമ്മയോടുള്ളൊരു പരിഗണന ഇട്ട് കൊടുക്കും. മനസ്സിലായോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.